വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 30, 31, 32 വാക്യങ്ങളായിരുന്നു രാവിലത്തെ വചന ശുശ്രൂഷയിലെടുത്തത്. ആ ഭാഗത്തെ അധികരിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. അവൻ എന്നോട് ഉദ്ദേശിക്കുന്ന യേശുവാ. യേശു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും യേശുവിൽ വിശ്വസിച്ചു. യേശു എവിടെ വെച്ചായിരുന്നു സംസാരിച്ചതെന്ന് നമുക്ക് നോക്കാം. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് 1-2 വാക്യങ്ങൾ കാണാം. യേശുവോ ഒലിവുമലയ്ക്ക് പോയി. പിറ്റേ ദിവസം അതികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും, പിന്നെ നടക്കുന്ന ഭാഗങ്ങളെല്ലാം വായിച്ചാൽ മതി, അവിടെ ഇരുന്ന് യേശു ജനത്തെ എന്ത് ചെയ്യാണ്? ഉപദേശിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ ഉപദേശത്തോടുള്ള പ്രതികരണമാണ് 30-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും യേശുവിൽ വിശ്വസിച്ചു. അടുത്ത വാക്യം ഇനി വളരെ ശ്രദ്ധിച്ചോണം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയുന്നു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അപ്പം ഇവിടെ നിന്ന് യേശുവിൻ്റെ പ്രസംഗം കേട്ട ജനത്തെ ഞാൻ രണ്ടായിട്ട് തിരിക്കാൻ പോവുക. ഒരു കൂട്ടർ വിശ്വാസികൾ, വേറൊരു കൂട്ടർ അവിശ്വാസികളല്ല, ശിഷ്യന്മാർ. ഇവർ നമ്മളുടെ വ്യത്യാസം എന്നാണെന്നറിയാമോ? കേൾക്കുന്ന എല്ലാ വചനത്തെയും വിശ്വസിക്കുന്നവരാ വിശ്വാസികൾ. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? ആ വചനപ്രകാരം ജീവിക്കത്തില്ല. ആ വചനത്തിൽ അവരെന്ത് ചെയ്യത്തില്ല? നിലനിൽക്കത്തില്ല. ഇത് കർത്താവ് വേറൊരു ഭാഗത്തും കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ വിതയ്ക്കുന്നവൻ്റെ ഉപമ പറയുന്നിടത്ത് കർത്താവ് ഇത് പറയുന്നുണ്ട്. വചനം സന്തോഷത്തോടെ അവരെന്ത് ചെയ്തു? കൈക്കൊണ്ടു. പക്ഷേ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഈ വിശ്വാസത്തെ വിട്ട് പോയി കളഞ്ഞു. അവരെയാണ് വേരില്ലായകയാൽ അവരെന്ത് ചെയ്തു? ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി എന്ന് പറയുന്നത്. അവർക്ക് വചനത്തിൽ നിലനിൽക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നില്ല? ദേ ആർ നോട്ട് ട്രൈങ് ടു സ്റ്റേ ഇൻ ദ വേർഡ്. വചനത്തിൽ നിലനിൽക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നില്ല? പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതും പറയുന്നു, നിങ്ങൾ അവനിൽ വേരൂന്നി വളരണമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ വചനം കേൾക്കുമ്പം അത് വിശ്വസിച്ച് അങ്ങോട്ട് ഇറങ്ങി പോകുന്നവരാണോ, അതോ കേട്ട വചനത്തിൽ നിലനിൽക്കുന്നവരാണോ? കേട്ട വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ബൈബിൾ എടുത്ത് വെച്ചാൽ എൻ്റെ മുകളിൽ നിന്ന് കയറി നിൽക്കുക എന്നല്ല. ആ വചനപ്രകാരം നമ്മൾ ജീവിക്കുന്നവരാണോ? അങ്ങനെ ജീവിക്കുന്നവരെ മാത്രമേ വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നുള്ളൂ? ശിഷ്യന്മാരെന്ന് പറയുന്നുള്ളൂ. കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന കൽപ്പന, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സമയം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എത്രയേ ഉള്ളൂ. നമ്മൾ ഒത്തിരി വചനം വായിക്കുന്നുണ്ട്, ഒത്തിരി പ്രസംഗം കേൾക്കുന്നുണ്ട്. കേൾക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വചനപ്രകാരമാണോ നമ്മുടെ ജീവിതം? അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതം ഇല്ല, വചനം കേൾക്കുന്നു, നമ്മൾ വചനം എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. പക്ഷേ ആ കേട്ട വചനപ്രകാരമുള്ള ഒരു ജീവിതം നാം നയിക്കുന്നില്ല എങ്കിൽ വി ആർ നോട്ട് ഡിസൈപ്പിൾസ്, വി ആർ സ്റ്റിൽ ബിലീവേഴ്സ്. നമുക്ക് ഓരോ സഭകളിൽ ചെന്ന് ചോദിക്കാം. ഞങ്ങളോടെല്ലാം ചോദിക്കും, പാസ്റ്റർ എത്ര വിശ്വാസികളുണ്ടെന്നേ ഞങ്ങളോട് ചോദിക്കാറുള്ളൂ. എത്ര ശിഷ്യന്മാരുണ്ടെന്ന് ആരും ചോദിക്കാറില്ല. കാരണം ഈ ചോദിച്ച ആളോ ഒരുപക്ഷെ ചോദ്യം കേൾക്കുന്ന ആളോ ചിലപ്പോൾ എന്തല്ലായിരിക്കും? ശിഷ്യനല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ പദം എന്ത് ചെയ്യാത്തത്? ചോദിക്കാത്തത്. ഞങ്ങളോടെല്ലാം ചോദിക്കുന്ന ഈ ഒരു ചോദ്യമാണ്.
പാസ്റ്റർ സഭയിൽ എത്ര വിശ്വാസികളുണ്ട്? എല്ലാം വിശ്വാസികളാണ്, എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നവരാണ് എല്ലാം. ആണ്, എല്ലാവരും വിശ്വാസികളാണ്, എന്തെങ്കിലുമൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചോദ്യം അതാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ്. നിങ്ങൾ അവൻ്റെ വചനത്തിലാണോ എന്നുള്ളതാണ്. എൻ്റെ വിശ്വാസമൊക്കെ കർത്താവിൻ്റെ വചനപ്രകാരമാണോ? എൻ്റെ ജീവിതവും കർത്താവിൻ്റെ വചനപ്രകാരമാണോ? അല്ലെങ്കിൽ നമ്മൾ ആരല്ല? വി ആർ നോട്ട് ദ ഡിസൈപ്പിൾസ്. നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരല്ല. അപ്പോൾ ശിഷ്യന്മാരെ തിരിച്ചറിയാനായിട്ട് പല മാർഗങ്ങൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അതിലൊന്ന്, ശിഷ്യന്മാർ അവൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കും. ശിഷ്യന്മാരുടെ ഒന്നാമത്തെ ലക്ഷണം എന്നാണെന്നറിയാമോ? അവർ അവൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കും. നമുക്ക് വചനമൊക്കെ ഒത്തിരി അറിയാം. ഇന്ന് രാവിലെ ദേവദാസൻ പറഞ്ഞ പോലെ മറ്റുള്ളവരെ ഉപദേശിക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വചനം അറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം പറയുന്ന ആ വചനപ്രകാരം എത്രമാത്രം ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ നിങ്ങൾ വചനത്തിൽ നിലനിന്നാൽ, ഒന്ന്, നിങ്ങളെൻ്റെ ശിഷ്യന്മാരായിത്തീരും. രണ്ട്, നിങ്ങൾ സത്യം അറിയും. ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സത്യം അറിയാനൊക്കത്തുള്ളൂ. നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ കാര്യവും സത്യമായിക്കൊള്ളുന്നില്ല. ആണോ? അല്ല. നമ്മളെന്തെല്ലാം വിശ്വസിച്ചിരുന്നില്ലേ? കൊച്ചുനാളിൽ കോക്കാൻ വരുമെന്ന് വിശ്വസിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും അങ്ങനെയൊന്നും ഇല്ലയെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ പിള്ളേരെ ഇപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ലേ. അതെല്ലാവരും വിശ്വസിച്ച് കുറേ കാലം വരെ എന്ത് ചെയ്തു? കണ്ണുടച്ചൊക്കെ കിടന്നു. വേഗം ഉറങ്ങിക്കോ, കണ്ണുടച്ച് കിടന്നു. അല്ലെങ്കിൽ അത് വിശ്വസിച്ചിട്ടോ കൊച്ചെന്ത് ചെയ്തേ? കണ്ണുടച്ച് കിടന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കോക്കാൻ ആരാന്ന് മനസ്സിലായി. അപ്പം നമ്മൾ വിശ്വസിക്കുന്നതെല്ലാം എന്തല്ല? സത്യമല്ല. എത്രയോ കാര്യങ്ങൾ നമ്മൾ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. അതെല്ലാം എന്തല്ല? സത്യമല്ല. ഏതാ? ആത്മീയമായിട്ട് വിശ്വസിക്കുന്നതും. നിങ്ങളെന്നോട് പിണങ്ങത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കൈവശത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. വിശ്വസിക്കുന്നവരുണ്ട്, അത് നിങ്ങൾക്ക് ഗുണം ചെയ്തെങ്കിൽ നല്ല കാര്യം. ഈ മനുഷ്യനെ അവൻ്റെ അന്ധതയിലും അവൻ്റെ അറിവില്ല, ഇതിനെ സ്പിരിച്വൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയും. ഇന്നലെ ഒരു ദേവദാസനുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദേവദാസനോടൊരു കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന, അതായത് ഇപ്പം ഇല്ല, ഒരു TV പ്രോഗ്രാം നടക്കുന്നു, നിങ്ങളത് സ്പോൺസർ ചെയ്യണം. എന്തിനാണ് ഇവൻ സ്പോൺസർ ചെയ്യുന്നത്? ഇവൻ അവൻ്റെ കാശും കിട്ടണം. സ്പോൺസർ ചെയ്യുന്നവന് ഇരട്ടി അനുഗ്രഹം കിട്ടുമെന്നുള്ള രീതിയിൽ അവനും സ്പോൺസർ ചെയ്തത്. അല്ലാണ്ട് അവൻ ദൈവസ്നേഹത്തെ സ്പോൺസർ ചെയ്തൊന്നുമല്ല. നമ്മൾ നടത്തിയിരുന്ന കാലത്തും ആരോടും 5 പൈസ ചോദിച്ചിട്ടില്ല, ഇനിയും ചോദിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ഒരാൾ വന്നതിൻ്റെ കാര്യം എന്നാ? എന്തുകൊണ്ടാണ് ഇത് സ്പോൺസർ ചെയ്തേ? ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിൽ ഈ പള്ളി പെരുന്നാളിന് ഒരു പാർട്ടി വന്നിരിക്കുമായിരുന്നു അല്ലേ? 1 വെച്ചാൽ 10 കിട്ടും. വൈ രാജാ വൈ, 1 വെച്ചാൽ 10 കിട്ടും. കിട്ടുന്ന മുഴുവൻ അവനാന്നേ ഉള്ളൂ, നമുക്കല്ലെന്നേ ഉള്ളൂ. ഒരു പെട്ടി, അതിൻ്റെ അപ്പുറത്ത് കുറച്ച് കടലയൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, ഇങ്ങനെ അല്ലേ? ഇതാണിത്. ആത്മീയ ചൂഷകന്മാരുണ്ട്, ഒത്തിരി ഉണ്ട്. സത്യം അറിയുമ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കും. അപ്പോൾ കർത്താവ് പറയുന്നത്, ഇഫ് യു അബൈഡ് ഇൻ മൈ വേർഡ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ യു വിൽ നോ ദ ട്രൂത്ത്. നിങ്ങൾക്ക് സത്യം അറിയാം. അതിന് വചനം വായിക്കാൻ നമുക്ക് നേരമില്ലല്ലോ. അവസാനം ബൈബിൾ വായിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ആണ്ടത്തേക്കായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ആയിരിക്കും. ഞാൻ കൈയൊന്നും ആരെ കൊണ്ട് ഉയർത്തിക്കുന്നില്ല. എല്ലാ ദിവസവും വേറെ ദിവസവും വായിക്കാറുണ്ടോ? വേണ്ട, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും. കുഞ്ഞെ, സത്യം അറിയണമെങ്കിൽ സത്യവചനം വായിക്കണം. എൻ്റെ വചനം സത്യമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. റീഡ് ദ വേർഡ്. വചനം വായിക്കേ.
അപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് വചനത്തിലുള്ളതാണോ ഇല്ലയോ ആണെന്നുള്ളത്. വചനമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വാക്യമായിട്ട് വിശ്വസിച്ചിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. അങ്ങനെ ഒരു കാര്യമേ വചനത്തിലില്ല. പക്ഷെ നമ്മുടെ ധാരണ അത് എന്തുവാന്നാ? വചനമാണെന്നാ. അതിലൊരു കാര്യം പറയാൻ നേരം, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് കർത്താവിൻ്റെ മേശ ആചരിക്കണമെന്ന് ഉപദേശമാർ പോലും അങ്ങനെ വിശ്വസിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു വാക്യമേ ഇല്ല. നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും ആ വാക്യം. ഇങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട് വചനത്തിലില്ലാത്തത്. നമ്മൾ വാക്യമായിട്ട് വിശ്വസിച്ച് തപ്പി നോക്കിയാൽ നമുക്ക് ബൈബിളിൽ കാണത്തില്ലത്. ദുഷ്ടനെ പന പോലെ വളർത്തും, അതാണ് വേറൊരു വാക്യമാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വചനമാണെന്ന് എന്ത് ചെയ്തിരിക്കുന്നു? തെറ്റിദ്ധരിച്ചിരിക്കുക. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് തെറ്റാന്ന് മനസ്സിലായി നമുക്ക്? ദൈവത്തിൻ്റെ വചനം വായിക്കുക. ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴേ അങ്ങനെ അല്ലല്ലോ വാക്യം എന്ന് പറയും. ആ വാക്യം അങ്ങനെ അല്ല എന്ന് പറയും. കാര്യം എന്നാ? യു ഹാവ് ടു നോ ദ വേർഡ്. വചനം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം വായിക്കണം. അതുകൊണ്ടല്ലേ 1-ാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ അങ്ങനെ. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വായിക്കാൻ കണ്ടെന്ന് കാഴ്ച കുറഞ്ഞു വന്നിരുന്നുണ്ടെങ്കിൽ ഓഡിയോ ബൈബിൾസ് കിട്ടും. ഇപ്പം ഓഡിയോ ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? കേൾക്കാവുന്ന ബൈബിൾ കിട്ടും. മൊബൈലിലോ വീട്ടിലോ എവിടെയെങ്കിലും എന്ത് ചെയ്യുക? ഓഡിയോ ബൈബിൾ ഇടുക. എപ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു വചനം നിൻ്റെ ഹൃദയത്തിനകത്ത് എന്ത് ചെയ്യും? തങ്ങും. ഏതെങ്കിലും ഒരു വചനം നിൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? ഉടക്കും. അല്ലെങ്കിൽ നീ വചനവുമായിട്ട് ഉടക്കും. ഏതെങ്കിലും ഒന്നുണ്ടാവും. വചനം നമ്മുടെ ഭവനത്തിലാണ്, നമ്മുടെ വീട്ടിലൊക്കെ എഴുതി വയ്ക്കുക. വചനം എഴുതി വയ്ക്കുക. അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് ഓരോ വചനങ്ങൾ എഴുതി വയ്ക്കുക. വചനം നിങ്ങൾക്കറിയാമോ? ഈ സഭയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ ദൈവകൃപയിലോട്ട് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഒരു പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ചിരുന്നൊരു വചനമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അയാൾ ആത്മഹത്യ ചെയ്യാൻ ഓട്ടോറിക്ഷയും വിളിച്ചുകൊണ്ട് പോയതാ. എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചു. വേഗം എത്താൻ വേണ്ടിയിട്ടല്ല, ആരുമില്ലാത്തൊരു സ്ഥലം നോക്കി പോയതാ. ട്രെയിനിൻ്റെ പാളം നോക്കി പോയതാ. കയറിയ ഓട്ടോറിക്ഷയിൽ ഈ വചനം എഴുതി വെച്ചേക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടത്. ചിന്തിക്കാൻ തുടങ്ങി. ആര് കൂടെ ഉണ്ടെന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ആത്മഹത്യ ചെയ്യാൻ പോവാ. കാരണം കടം കൊണ്ട് കാട് കയറി പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. രാവിലെ എഴുന്നേറ്റാൽ നേരെ പോയി ടൗൺ ഹാളിൻ്റെ അവിടെ ചെന്ന് പുറകിൽ പോയി കുത്തിയിരിക്കും. കാരണം അവിടെ ആരും അന്വേഷിച്ച് വരത്തില്ലല്ലോ. വൈകുന്നേരം ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരും. ഇനി ഒരു രീതിയിലും രക്ഷപ്പെടത്തില്ലെന്ന് ബോധ്യമായപ്പോൾ തീരുമാനിച്ചു ഇനി ആത്മഹത്യ ചെയ്യാൻ. അങ്ങനെ ഓട്ടോറിക്ഷ കയറി ഉടനെ വായിക്കുന്നത് എന്തുവാ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അത് അവഗണിച്ചു. ഓട്ടോറിക്ഷ ഇരുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇതാ ഒരു പള്ളിയുടെ ചുമര എഴുതി വെച്ചിരുന്നു. കത്തോലിക്കർക്കായിട്ട് വചനം എഴുതി വയ്ക്കുന്ന കത്തോലിക്ക സഭയ്ക്കായിട്ട് സ്തോത്രം. അവരുടെ മതിൽ എഴുതി മഠത്തിൻ്റെ എഴുതി, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. 2-ാമത്തെ പ്രാവശ്യം അത് തന്നെ. വണ്ടി വീണ്ടും പോയി. കണിമംഗലത്തിനപ്പുറത്തൊരു ഒഴിഞ്ഞ മൂലമുണ്ട്, ആർക്കും കണ്ടെത്താൻ പറ്റാത്തൊരു ഒഴിഞ്ഞ്. അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനം എടുത്തേക്കുന്നത്. വീണ്ടും ചെന്നു. പോകുമ്പോൾ ഇത് അടുത്ത മഠത്തിൻ്റെ വാതിക്കൽ ഇത് തന്നെ എഴുതി വെച്ചിരുന്നു, പള്ളിയിൽ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ആര് കൂടെ ഉണ്ടെന്നായി പറയുന്നത്? എന്തായാലും കൊള്ളാം, ആര് കൂടെ ഉണ്ടെങ്കിലും ചാവാന്ന് പറഞ്ഞ് ഓടി ഓട്ടോറിക്ഷ അവിടെ ഇറങ്ങി ഓട്ടോറിക്ഷക്കാരനെ വിട്ട് ഈ വെപ്രാളത്തിൽ ട്രെയിൻ വരുന്ന ശബ്ദം കേട്ട് വെപ്രാളത്തിൽ എടുത്ത് ചാട്ടം പാളം വരെ എത്തിയില്ല. പാളത്തിൻ്റെ അവിടം വരെ എത്തിയില്ല. അതിന് മുമ്പേ ആൾ കുഴഞ്ഞ് വീണു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സുബോധം വന്നേ. ട്രെയിൻ കയറി പോയില്ലെന്ന് തലയിൽ കൂടെ. അടുത്ത ഓട്ടോറിക്ഷ വിളിച്ച് ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ദൈവമക്കളുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്നെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു ഇയാളെ. അന്ന് രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിലേക്ക് വന്നു. ഇന്ന് കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടുന്നൊരു മനുഷ്യനായിട്ട് ആ മനുഷ്യനെ തീർന്നു. എന്താ? ഈ വചനമാണ്. ദൈവം അദ്ദേഹത്തിന് സ്വന്തം വാഹനം കൊടുത്തപ്പോൾ ആ വാഹനത്തിനകത്ത് ഇത് തന്നെ എഴുതി വെച്ചിരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം അത്രയും ശക്തിയുള്ളതാണ്.
നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിന്നാൽ ആദ്യം നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയപ്പെടും. രണ്ടാമത് പറയുന്നു, ദിസ് വേർഡ്, ഈ വചനം നിങ്ങൾക്ക് നിങ്ങളെ സത്യം അറിയിക്കും. വചനം അറിയാവുന്ന ഒരാളെ തെറ്റിക്കാൻ എളുപ്പമല്ല. വചനം അറിയേണ്ടവണ്ണം അറിയണം. യേശുവിൻ്റെ അടുക്കൽ പരീക്ഷകൻ ചെന്നത് എങ്ങനെ? വചനമായിട്ടാണ് ചെന്നേ അല്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി തീരാൻ പറ. അതിന് കർത്താവ് മറുപടി പറഞ്ഞു. എന്തോ പറഞ്ഞു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടായി. അപ്പോൾ സാത്താന് മനസ്സിലായി എന്നും. അപ്പോൾ ഇവൻ്റെ അടുക്കൽ അപ്പവും കല്ലും ഒന്നും കൊണ്ട് ചെന്ന് നടക്കത്തില്ല. ഇവൻ്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ വചനം കൊണ്ട് തന്നെ ചെല്ലണമെന്ന്. അടുത്ത പരീക്ഷ അടുത്ത വചനം കൊണ്ടായിരുന്നു അല്ലേ? നിൻ്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ വണ്ണം സൂക്ഷിച്ചു കൊള്ളാമെന്ന് ദൈവം എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. ചാട് എടുത്ത് മറുപടി കൊടുത്തു. നിൻ്റെ ദൈവമായ കർത്താവിനെ, നമ്മളാണെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞാൽ ചാടിയനെ. കർത്താവ് ഉടനെ അടുത്ത വചനം കൊടുത്തു. കുഞ്ഞേ, ബൈബിൾ ചൊവ്വേ വായിക്കേ. എന്തോ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും നടക്കത്തില്ലെന്ന് മനസ്സിലായി. മൂന്നാമത് അവനെ എന്ത് ചെയ്തു? ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയി. കാരണം നീ ദൈവപുത്രനല്ലേ, ഇപ്പം നീ വലിയ ലോകത്തെ രക്ഷിക്കാൻ വന്നവനല്ലേ, നിനക്ക് അധികാരവും ശക്തിയും മഹത്വവും ഒക്കെ ആവശ്യമാണ്. ഒരു കാര്യം ചെയ്യേ, വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാനിതെല്ലാം നിനക്ക് തന്നേക്കാം. ഐ വിൽ മേക്ക് യുവർ ജേർണി ഈസി. നിൻ്റെ യാത്ര ഞാൻ കുറച്ചുകൂടെ എന്ത് ചെയ്താം, എളുപ്പമാക്കി തരാം. നിൻ്റെ യാത്ര, അതെ, ഇതാരും അറിയേണ്ടത്, ഇത് നമ്മൾ രഹസ്യത്തിലുള്ളൊരു കോൺട്രാക്റ്റാണ്. പക്ഷെ ഐ വിൽ മേക്ക് യുവർ ജേർണി ഈസി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ടു മേക്ക് അവർ ജേർണി ആൻഡ് മിനിസ്ട്രി ഈസി. യാത്ര കുറേയും കൂടെ എന്ത് ചെയ്തു തരാം, സുഗമമാക്കി തരാം. അധികാരവും ശക്തിയും മഹത്വവും പ്രതാപവും കൂടെ നിനക്ക് തരാമെങ്കിൽ അല്ലേ, നിൻ്റെ ഈ അഭിഷേകവും ഞാൻ ഈ തരുന്ന അധികാരവും സ്വാധീനവും കൂടെ ഉണ്ടെങ്കിൽ മിനിസ്ട്രി വളരെ ഈസി അല്ലേ നിനക്ക്. കർത്താവിന് മറുപടി കൊടുത്തു, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്നും കൂടെ എഴുതിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞത്? ബിക്കോസ് ഹി ന്യൂ ദ വേർഡ്. അവന് വചനം അറിയായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നോ ഡെവിൾ ക്യാൻ ഓവർകം യു. ഒരു പിശാചിനും നിന്നെ ജയിക്കാനൊക്കത്തില്ല. ഞാൻ വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞേ. ഒരു പരീക്ഷയും വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു പിശാചിനും നിന്നെ ജയിക്കാനൊക്കത്തില്ല. പട്ടിണി കിടക്കേണ്ടി വന്നേക്കാം. പറ, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. വെല്ലുവിളികൾ വന്നേക്കാം. പറ, നിൻ്റെ ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യരുത്, പരീക്ഷിക്കരുത്. ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ വെല്ലുവിളി യൂട്യൂബിലെല്ലാം കിടപ്പുണ്ടായിരുന്നു. എന്തുവാ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത്ര വലിയ രോഗശാന്തി പ്രസംഗിക്കുന്നവരല്ലേ, നിങ്ങളിത്ര യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവരും പ്രസംഗിക്കുന്നവനല്ലേ, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു കാര്യം ചെയ്യേ, എൻ്റെ ഈ കൊച്ചിനെ നിങ്ങളൊന്ന് ഇത് സൗഖ്യമാക്കി നിങ്ങളിലുള്ള ദൈവശക്തി ശരിയാണെന്ന് തെളിയിക്കാം. വേറൊരാൾ 1 കോടി രൂപയായതിന് വാഗ്ദാനം ചെയ്തിരുന്നേ, ഇത് നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ. ഇത് തമ്പുരാൻ കരുണ തോന്നി ഈ വെല്ലുവിളി നമ്മോട് വെച്ചതിന് പകരം, യേശുവേ എൻ്റെ മകനോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചിരുന്നെങ്കിൽ നമ്മൾക്ക് ആരെക്കൊണ്ട് സൗഖ്യമാക്കാൻ പറ്റും? ആർക്കും സാധിക്കത്തില്ല. ഒരു വെല്ലുവിളി അങ്ങനൊന്നും എടുക്കരുത്. യേശുവിൻ്റെ അടുക്ക ചോദിച്ചില്ലായിരുന്നു ഒരു വെല്ലുവിളി, നീ ദൈവത്തിനാണെങ്കിൽ ക്രൂസിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തേക്കാം, നിന്നെ വിശ്വസിക്കാം. ഈ ശതാധിപന്മാർ എത്ര പേരാ? റോമൻ പടയാളികൾ എത്ര പേരാ? അവന് ക്രൂസിൽ നിന്നിട്ട് നിന്ന് 1000 ജനത്തെ മുഴുവൻ ഞങ്ങളെല്ലാം കൂടെ. കർത്താവ് കേട്ട ഭാഗം പോലും കൊടുത്തില്ലല്ലോ. ചില വെല്ലുവിളികളെ ഒന്നും കേട്ട ഭാഗം എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. താൻ എന്തിനു വേണ്ടി വന്നു എന്ന് കർത്താവിന് നല്ലപോലെ അറിയാമായിരുന്നു. തൻ്റെ ശുശ്രൂഷ എന്തെന്ന് കർത്താവിന് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തൻ്റെ വചനം കേട്ട് വചനത്തിൽ വിശ്വസിച്ചവരോട്
കർത്താവ് പറയുകയാണ്, വചനത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എൻ്റെ വചനത്തിൽ എന്ത് ചെയ്യും കൂടെ വേണം? നിലനിൽക്കുകയും കൂടെ വേണം. വചനത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കർത്താവ് തന്നെ പറയുന്നു, ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. വചനത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഒത്തിരി വില അതിന് കെട്ടേണ്ടി വരും. ഒത്തിരി നഷ്ടം സഹിക്കേണ്ടി വരും. അപ്പോസ്തലനായ പൗലോസിനോട് നമുക്ക് ചോദിക്കാം, പൗലോസേ, നിനക്ക് നീ തിരഞ്ഞെടുത്ത ഈ മാർഗത്തിൽ നിലനിൽക്കാൻ എളുപ്പമായിരുന്നോ? പൗലോസ് പറയും, ഒരിക്കലും ആയിരുന്നില്ല. എനിക്ക് ലാഭമായിരുന്നത് മുഴുവൻ എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ചേരുമെന്ന് എണ്ണേണ്ടി വന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ പൂർണ്ണത എന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ലാഭമായിരുന്നത് മുഴുവൻ എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ചേരുമെന്ന് എണ്ണേണ്ടി വന്നു. പിന്നെ അവിടുന്ന് അതോടുകൂടെ തീർന്നോ? ഇല്ല. തൻ്റെ കഷ്ടതയുടെ ഒരു പട്ടിക താൻ നിരത്തി വയ്ക്കുക. താൻ അനുഭവിച്ച കഷ്ടങ്ങൾ. എന്തിനാ പൗലോസേ? ടു സ്റ്റാൻഡ് ഇൻ ദ വേർഡ്. വചനത്തിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി. ദൈവം എനിക്ക് നൽകി തന്നൊരു സ്വർഗീയ ദർശനമുണ്ട്. ആ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ഓടേണ്ടതിന് വേണ്ടി, എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടേണ്ടതിന് വേണ്ടി. ദാറ്റ് വാസ് നോട്ട് ഈസി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെൻ്റെ വചനത്തിൽ കേട്ട് വിശ്വസിച്ചു, സന്തോഷമായി, നല്ല കാര്യം. പക്ഷെ തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കണം. എന്ത് വില കൊടുത്തിട്ടും, ജീവിതത്തിൽ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇല്ല, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല. ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന ആത്മീയ സത്യങ്ങളെ, ആത്മീയ മൂല്യങ്ങളെ ബലി കഴിച്ചിട്ട് എനിക്കൊരു ലാഭം വേണ്ട, എനിക്കൊരു സ്ഥാനം വേണ്ട, എനിക്കൊരു പദവി വേണ്ട, എനിക്കൊരു പ്രൊമോഷൻ വേണ്ട. നമ്മുടെ ഇടയിൽ ഹാൻഡ്ബോൾ എന്ന് പറഞ്ഞൊരു സ്പോർട്സ് ഉണ്ട്. അതിനകത്ത് നല്ല ഉന്നത നിലവാരത്തിൽ കളിക്കുന്നൊരു കൊച്ചുണ്ട്. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററേ, ചില വിട്ടുവീഴ്ച ഒന്ന് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്ക് എന്നെ ഇന്നൊരു സ്ഥാനത്ത്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്. ദൈവം നിനക്ക് ഗ്രഹിപ്പിച്ചെന്നൊരു പ്രമാണമുണ്ട്. ദൈവം നിനക്ക് നൽകിത്തന്ന ചില ആത്മീയ മൂല്യങ്ങളുണ്ട്. ദൈവം തന്നെ പഠിപ്പിച്ച ചില ആത്മീയ സത്യങ്ങളുണ്ട്. അത് ബലി കഴിച്ചിട്ട് എന്തിനൊരു ജീവിതം? ശരിയാ, വേണമെങ്കിൽ വളരെ പെട്ടെന്ന് ഒന്ന് വഴങ്ങിക്കൊടുത്താൽ, നല്ലൊരു ജോലി കിട്ടും. കാരണം ഇവർ വേണം റെക്കമെൻഡ് ചെയ്യാനായിട്ട്, ഈ ടോപ്പിൽ ഇരിക്കുന്ന ആളുകൾ വേണം റെക്കമെൻഡ് ചെയ്യാനായിട്ട്. ഒന്ന് വഴങ്ങിക്കൊടുത്താൽ, ഇതാണ് ലോകത്തിൻ്റെ രീതി എന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് ചാഞ്ഞു കൊടുത്താൽ, അവൾ പറഞ്ഞു, എനിക്ക് അങ്ങനൊരു ജോലി വേണ്ട, എനിക്ക് അങ്ങനൊരു സ്ഥാനം വേണ്ട. ഞാൻ പറഞ്ഞു, നിന്നോട് ദയ കാണിക്കാൻ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചിരിക്കും. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിരുന്ന കുഞ്ഞ്, നിന്നോട് ദയ കാണിക്കാൻ. ശദ്രക്കിനോടും മേശക്കിനോടും അബേദ്നെഗോവിനോടും ദാനിയേലിനോടും ദയ കാണിക്കത്തക്കനം ബാബിലോൺ സാമ്രാജ്യത്തിൽ ദൈവം ഒരുവനെ ഒരുക്കിയെങ്കിൽ നിന്നോട് ദയ കാണിക്കാനായിട്ട് ദൈവം ഒരുവനെ ഒരുക്കും. സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത്. നീ നീതിക്ക് വേണ്ടി നിൽക്കുക, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക, ദൈവപ്രമാണത്തിന് വേണ്ടി നിൽക്കുക. നീ ചെല്ലുന്നിടത്തെല്ലാം പറ, നീ ഒരു ദൈവവൈതലാണെന്ന്. നീ ചെല്ലുന്നിടത്തെല്ലാം പറ, നീ ഒരു ദൈവവൈതലാണെന്ന്. കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് നീ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിച്ച് ജനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടുത്തുക, ഞാനൊരു ദൈവവൈതലാണ്. അത് നിനക്ക് മാത്രമേ അവിടെ വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. നിനക്ക് മാത്രമേ അത് ചെയ്യാനൊക്കത്തുള്ളൂ. ഞങ്ങൾക്ക് കയറി ചെന്നൊന്നും ചെയ്യാനൊക്കത്തില്ല. നിന്നെ ദൈവം അവിടെ ആക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാ. അവർ പ്രേയേഴ്സ് ആർ വിത്ത് യു. ഞങ്ങളുടെ പ്രാർത്ഥന നിൻ്റെ കൂടെ നിന്നും ഉണ്ടായിരിക്കും. വചനത്തിൽ നിലനിൽക്കുക. വചനം വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്.
കാര്യം തന്നെ ഗുണം വരുന്ന കാര്യമാണെങ്കിൽ എല്ലാവരും എന്തു ചെയ്യും? വിശ്വസിക്കും. നന്മ വരുന്ന കാര്യമാണെങ്കിൽ എല്ലാവരും വിശ്വസിക്കും. അവിടെ വഞ്ചിക്കപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ട് കർത്താവ് വളരെ വ്യക്തമായിട്ടൊരു മുന്നറിയിപ്പ് നമുക്ക് തരികയാണ്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവ് എന്തോ പറഞ്ഞതെന്ന് നമുക്കറിയണ്ടേ? നമ്മുടെ കർത്താവ് എന്തോ പറഞ്ഞതെന്ന് അറിയണം. നമ്മുടെ കർത്താവ് എന്താ ചെയ്തതെന്നറിയണം. നമ്മുടെ കർത്താവ് എന്ത് ചെയ്യാനാണ് പഠിപ്പിച്ചതെന്നറിയണം. ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൽ നിന്നൊരിക്കലും എന്ത് ചെയ്യരുത്? വിട്ടുമാറരുത്. അങ്ങനെ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നറിയും. യു വിൽ ഓൾസോ നോ ദ ട്രൂത്ത്. അസത്യത്തിൽ നിന്ന് സത്യത്തെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വേർഡ്. വചനത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾ സത്യം അറിയും. അസത്യം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ വചനത്തിലൂടെ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ ഒക്കത്തുള്ളൂ. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അങ്ങനെ നിങ്ങൾ സത്യം അറിയുമ്പോൾ ദിസ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ഈ വചനം നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും? സ്വാതന്ത്ര്യം നൽകി തരും. ഇല്ലേ? പല കാര്യങ്ങളെക്കുറിച്ചുള്ള സത്യം നമുക്കറിഞ്ഞപ്പോൾ എന്തിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം കിട്ടിയെന്നറിയാമോ? ഭയത്തിൽ നിന്ന്. ഇന്ന് ആരും വന്നൊന്ന് എൻ്റെ അടുക്ക വന്ന് എന്നെ പിപ്പിടി കാണിക്കാൻ ഒക്കത്തില്ല. കാര്യം ഐ നോ ദ ട്രൂത്ത്. എനിക്ക് സത്യം അറിയാം. ആ വിചാരം ഇസ്രായേലിന് വലിക്കത്തില്ല. ലക്ഷണവിദ്യ യാക്കോബിന് യേശത്വമില്ല. പിന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് യാതൊരു പേടിയില്ല. ഇതും പറഞ്ഞാ പേടിപ്പിച്ച് എല്ലാവരെയും നടക്കുന്നത്. കാര്യം എന്നാ? ദാറ്റ് പേഴ്സൺ ഡസൻറ്റ് നോ ദ ട്രൂത്ത്. ആ വ്യക്തിക്ക് സത്യം അറിയത്തില്ല. സത്യം അറിയത്തില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയിൽ ഒരു കൊച്ച് 6 വയസ്സേ ഉള്ളൂ, പെട്ടെന്നൊന്ന് കുഴഞ്ഞു വീണു. അപ്പോഴത്തേനും ആരെല്ലാം മേലെ അയ്യോ, അല്ലെങ്കിൽ തന്നെ കുറച്ച് അയൽവാസി അവിടെ ഇങ്ങനെ രാത്രി എന്നും പുകയ്ക്കുന്ന കാണാറുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ആശുപത്രി കൊണ്ട് ചെന്ന ദിവസം എന്നെ വിളിച്ചു, പാസ്റ്റങ്ങളെ ഇങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, യാതൊരു കുഴപ്പവും ഇതിനില്ല. 2 മാസം മുമ്പ് ഞാനും വീണാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അവർക്ക്. സാറും വീണായിരുന്നു, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു 2 ആഴ്ച മുമ്പ് ക്ലാസ് പഠിപ്പിക്കുമെന്ന് അദ്ദേഹം വീണെന്ന് പറഞ്ഞു. അപ്പം കുറച്ചുകൂടെ അവർക്ക് ബലമായി. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ ഉറപ്പിന് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞ MRI സ്കാനോ എന്തെല്ലാം വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. എല്ലാം എടുത്ത് ഒന്നിട്ടൊരു കുഴപ്പമില്ല. അവസാനം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഡിസ്ചാർജ് ചെയ്യാമല്ലേ, ഏതായാലും വന്നതല്ലേ, നമുക്ക് നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ഏതായാലും നിങ്ങൾ വന്നതല്ലയോ, ഒരു കുഴപ്പമില്ല. എന്തെല്ലാമാ ഇവരെന്ത് ചെയ്തതെന്ന് അറിയാമോ? ഗണിച്ച് എന്ത് ചെയ്തത്? പാസ്റ്റർ ഇനി അതായിരിക്കുമോ, ഇനി ഹാർട്ടിന് വല്ല വാൽവിന് വല്ല ഓട്ട കാണുമോ, എന്തെല്ലാം ഒരു ലിസ്റ്റ് എൻ്റെ മുമ്പിൽ അവരിങ്ങനെ നിർത്തി. ഇനി അതായിരിക്കുമോ, ഇനി ഞാൻ പറഞ്ഞു എൻ്റെ കുച്ച ഇതൊന്നുമല്ല, യാതൊന്നുമല്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അത് വീണു, അതിനിപ്പോൾ എന്നാ? ഇന്ന് രാവിലെ വന്നപ്പം ചോദിച്ചു എന്നാ ഉണ്ട് കുഴപ്പം? ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് വീട്ടിൽ പൊക്കൊള്ളാൻ പറഞ്ഞു. നോ ദ ട്രൂത്ത്. അതിൻ്റെ ഇടയ്ക്ക് ആരെയൊക്കെ ചുറ്റുപാടും താമസിക്കുന്നവരെ മുഴുവൻ ഇവരെന്ത് ചെയ്തു? പേടിപ്പിച്ചു. ഇവരെല്ലാം സംശയിച്ചു. കർത്താവേ അവരോട് ഇടപെടണേ. നിന്നോടായിരുന്നു ഇടപെടേണ്ടത്. ആ അയൽവാസികളെ മുഴുവൻ എന്തോ ഇതെന്നറിയാമോ? ഇവർ സംശയിച്ചു, ഇവർ പേടിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചു. എന്താ കാരണം? പറ. ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ദൂതന്മാർ എൻ്റെ കാവലാക്കാൻ എൻ്റെ ചുറ്റുമുണ്ട്. എൻ്റെ കയ്യിലിരിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കേണ്ടത് ക്ഷമിക്കുകയും വിടുതൽ പ്രാപിക്കുകയും നിരപ്പ് പ്രാപിക്കുകയൊക്കെ ചെയ്തോണം. ഞാൻ പറഞ്ഞതിൻ്റെ ആശയത്തിലുള്ളൂ. വചനം അറിയാമോ? നിന്നെ തെറ്റിക്കാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല. വചനം അറിയാമോ? നിനക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. യു ആർ ഫ്രീ. നിങ്ങൾ സ്വതന്ത്രരായിരിക്കും. എന്തോ തിന്ന് ആദ്യത്തെ യു ആർ ഫ്രീ ഫ്രം ഫിയർ. ഭയത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ന് മനുഷ്യന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. നമുക്ക് ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. അപ്പം നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിൽക്കണമെങ്കിൽ വചനം അറിയണം.
നമ്മുടെ സഭയിലൊരു ദൈവദാസൻ ചെയ്യുന്നൊരു കാര്യം പറയാം. തൻ്റെ സഭയിലെ എല്ലാ വിശ്വാസികളോടും പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ഒരധ്യായം വായിക്കണം. വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾ എന്തുവാ പഠിച്ചതെന്നുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതി കൊണ്ടുവരണം. ഞായറാഴ്ച സാക്ഷ്യത്തിൻ്റെ സമയത്ത് അത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വായിക്കാനായിട്ട്. ഒരാഴ്ച 7 അധ്യായം ആ സഭയിലെ വിശ്വാസികൾ വായിച്ചിരിക്കും. ആ 7 അധ്യായത്തിൽ നിന്ന് അവർ പഠിച്ചു. എനിക്ക് തോന്നി അതൊരു നല്ല ആശയമാണെന്ന് പറഞ്ഞു. ചുമ്മാ കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനും വിശ്വസനായിരുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് വചനം വായിക്കാനായിട്ട് നല്ല മാർഗ്ഗമായത്. ഷമീർ പാസ്റ്റർ ഇത് ചെയ്തേ. എല്ലാ വിശ്വാസികളോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നോട്ട്ബുക്കും മേടിച്ചു കൊടുത്തു. എല്ലാ ആഴ്ചയും നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ഒരധ്യായം വായിക്കണം. വായിച്ചിട്ട് ആ അധ്യായത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എന്തെന്ന് 4-5 വാചകത്തിൽ നിങ്ങൾ എഴുതണം. ഞായറാഴ്ച സാക്ഷ്യം പറയുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിച്ചതിൽ നിന്ന് ഇതായിരുന്നു ഞാൻ പഠിച്ചതെന്ന് പറയണം. അങ്ങനെ വചനം വായിച്ചു നോക്കിക്കേ. പുള്ളി പറഞ്ഞൊരു 4-5 വർഷം കഴിയുമ്പോഴത്തേന് ഇവർക്ക് വചനം എന്തുവാന്നുള്ളതിനെക്കുറിച്ച് ഒരു നല്ല ബോധം വിടും. സഭ വിട്ടാലും ഇവർ വചനത്തിൽ തന്നെ നിലനിന്നോളും. വചനം വിശ്വസിക്കാൻ മാത്രം പോരാ, വചനത്തിൽ നിലനിൽക്കുകയും ചെയ്യും. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഞങ്ങളുടെ സന്ധി മജ്ജകളിലേക്ക് പോലും കടന്നു ചെന്ന് അതിനെ ശുദ്ധീകരിപ്പാനും വിശുദ്ധീകരിപ്പാനും ശക്തമായിരിക്കുന്നൊരു വചനം ഞങ്ങളുടെ കയ്യിൽ നീ തന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ വചനം ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾക്ക് ലഭിക്കാനായിട്ട് കർത്താവെ കഷ്ടപ്പെട്ട അനേകരുണ്ടല്ലപ്പാ. അവർക്കോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന വചനം വായിച്ച് പഠിച്ച് അനുസരിച്ച് ആ വചനത്തിൽ നിലനിൽപ്പാൻ, ആ വചനത്തിൽ നിലനിൽക്കുന്നതിലൂടെ ഞങ്ങൾ നിൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് ലോകം ഞങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത്. താവേ, ഞങ്ങളെ മറ്റെന്ത് പേരിൽ അറിയുന്നതിനേക്കാളുപരി ഞങ്ങൾ നിൻ്റെ ശിഷ്യന്മാരെന്ന് ലോകത്തിൽ അറിയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ആ വചനത്തിൽ നിലനിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നാട്ടെ. നിൻ്റെ ജനത്തെ ആശീർവദിച്ച് നടത്തിയാട്ടെ. ദൈവകൃപയിൽ ജീവിപ്പാൻ സഹായിക്കട്ടെ. സത്യം അവരറിയട്ടപ്പാ. ആ സത്യത്തിലൂടെയുള്ള സ്വാതന്ത്ര്യം അവർ പ്രാപിപ്പാനിടയാക്കണമേ. മഹത്വം, സ്തുതി, ബഹുമാനം, പുകഴ്ച അങ്ങയ്ക്ക് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ.